കനൽ ചിതറുന്ന ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് പന്തുരുളാൻ ഇനി വെറും 6 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത എത്തിയത്. എംബാപ്പയും സംഘവും അടങ്ങുന്ന ഫ്രാൻസിന്റെ വമ്പൻ പടയെ 1-നെതിരെ 2 ഗോളുകൾക്ക് ഐവറി കോസ്റ്റ് അട്ടിമറിച്ചിരിക്കുന്നു. ജൂൺ 11 യഥാർത്ഥ യുദ്ധം തുടങ്ങാനിരിക്കെ കിരീട ഫേവറേറ്റുകളായ ഫ്രാൻസിന് ഇതെന്തു പറ്റി എന്ന ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ്. എന്നാൽ ഈ തോൽവിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ സംഗതി വ്യക്തമാകും. തങ്ങളുടെ യഥാർത്ഥ തന്ത്രങ്ങൾ എതിരാളികൾക്ക് ചോർന്നു പോകാതിരിക്കാൻ കോച്ച് ദിദിയാർ ഡംഷാപ്സ് നടത്തിയ പരീക്ഷണങ്ങൾ പാളിയതാണ് ഈ തിരിച്ചടിക്ക് പിന്നിലെ പ്രധാന കാരണം. ഒപ്പം ഐവറി കോസ്റ്റിന്റെ മിന്നൽ വേഗതയിലുള്ള കൗണ്ടർ അറ്റാക്കുകൾക്ക് മുന്നിൽ ഫ്രഞ്ച് പ്രതിരോധം തപ്പിപ്പിടിക്കുകയും ചെയ്തു. കൂടാതെ ലോകകപ്പ് തൊട്ടു മുന്നിൽ നിൽക്കെ പരിക്ക് പേടിച്ച് സൂപ്പർ താരങ്ങൾക്ക് 100% വീര്യത്തോടെ കളിക്കാൻ മടിച്ചതും തിരിച്ചടിയായി. പക്ഷേ ഫ്രഞ്ച് ആരാധകർ അധികം വിഷമിക്കേണ്ടതില്ല. ചരിത്രത്തിൽ പല ലോക ചാമ്പ്യന്മാരും ടൂർണമെന്റിന് തൊട്ടു മുൻപ് ഇത്തരം സൗഹൃദ മത്സരങ്ങളിൽ തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പരാജയമല്ല, മറിച്ച് പോരായ്മകൾ തിരുത്താൻ ഫ്രാൻസിന് ലഭിച്ച കൃത്യമായൊരു വേക്കപ്പ് കോളാണ്. സ്വന്തം പാളിച്ചകൾ മനസ്സിലാക്കി അതെല്ലാം തിരുത്തി ജൂൺ 11 ഫ്രഞ്ച് പട കൂടുതൽ രൗദ്രഭാവത്തോടെ പിച്ചിലേക്ക് ഇറങ്ങുമ്പോൾ കഥ മാറും. അത് തെളിയിക്കാൻ ഫ്രാൻസിന് സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.